എല്ലാവർക്കും മറ്റൊരു വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ പറഞ്ഞായിരുന്നു എൻ്റെ മറ്റൊരു വീഡിയോയിൽ നമ്മൾ മൈൻക്രാഫ്റ്റ് ലോഞ്ചർ എന്നൊരു ഇതെടുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പം നമുക്ക് നേരെ ഗെയിം പ്ലേയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ ബൈനിൽ പ്ലേ ഡെമോ എന്നാണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഫുള്ളാകുമ്പോൾ നമ്മൾ ഒന്നും കൂടെ ഒന്ന് ഫില്ലടിച്ച് കൊടുക്കണം കേട്ടോ ഗൈസ്. അപ്പോൾ ഇതിനകത്ത് മോബ് മെയ്സ് എന്നൊക്കെ പറഞ്ഞ് കുറേ ഇതുണ്ട് കേട്ടോ. മൈൻക്രാഫ്റ്റ് ലാവ എഡിക്ഷനാണ് കേട്ടോ ഗൈസ് നമ്മൾ ഇന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത്. ബാക്കി അടുപ്പിച്ച് നമ്മൾ ഓരോന്നും ട്രൈ ചെയ്യുന്നതായിരിക്കുമെന്ന് പറയുന്നു. അപ്പോൾ നമുക്കൊന്നും കൂടെ ഈ പ്ലെയിൻ ഡെമോ അടിക്കുമ്പോൾ നമുക്ക് ഓപ്പണായി വരുന്നതായിരിക്കും. പ്ലെയിൻ ഡെമോ അടിക്കുന്നു, പ്രിപ്പയറിങ് കാണിക്കുന്നു, അല്പസമയത്തിനുള്ളിൽ ഇത് കയറുന്നു. അങ്ങനെയാണ് ഗൈസ് നമ്മൾ ഇതിനെ കണ്ടോ. മെയ്സ് ഇപ്പം കണ്ടോ കാണിക്കുന്നുണ്ട് മൈൻക്രാഫ്റ്റ് ലാവ എഡിക്ഷൻ എന്ന് പറഞ്ഞ്. മൈൻക്രാഫ്റ്റ് ഡേഞ്ചറസ് എന്ന് പറഞ്ഞ കിടപ്പുണ്ട്. നമുക്ക് ഒന്നും കൂടെ നടിച്ച് കിട്ടും. പ്ലേ കൊടുക്കാം. ആദ്യമേ ഹോമിലോട്ട് കയറുക, ശേഷം നമുക്ക് പ്ലേ ഡെമോ ക്ലിക്ക് ചെയ്യുക. ഒന്നും കൂടെ വരും ഇനി. ഓക്കെ, ഒന്നും കൂടെ കയറി വരട്ടെ. ആ സമയത്ത് നമുക്ക് ഒന്നും കൂടെ ചെയ്യാം. 2-3 വട്ടം നമുക്ക് എന്തായാലും ഇങ്ങനെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇനി ഞാൻ ലോഡ് ചെയ്തിട്ട് നിങ്ങളതിനെ അപ്ഡേറ്റ് ചെയ്യാവേ. അങ്ങനെ സുഹൃത്തുക്കളെ, തീർന്ന നേരത്തെ പ്രശ്നങ്ങൾക്ക് ശേഷം നമ്മുടെ മൈൻക്രാഫ്റ്റ് ലാവ എഡിക്ഷൻ ഇവിടെ സെറ്റായിട്ടുണ്ട്. നമുക്കിവിടെ കാണാം ഇവിടെ ഒരു ഡ്രൗൺ ഇവിടെ കിടപ്പുണ്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം. നമുക്ക് ആദ്യം ഇത് മൊത്തം ഒന്ന് ഒബ്സർവ് ചെയ്യാം. പിന്നെ കാണിക്കുകയാണെങ്കിൽ അവൻ്റെ ഒരു ശൂലവും ഉണ്ട്. അതായത് എന്തോ സ്ഥലത്ത് ഒരു മുമ്മീനെ കാണാം, കുറച്ച് ഇല. നമുക്കപ്പോൾ നമ്മുടെ ഡെമോ ഗെയിം തന്നെ എടുക്കാം. അപ്പം ഇതിൻ്റെ കണക്റ്റ് ആയി വരാനെടുക്കും 10-28 മണിക്കൂർ. അപ്പം 2000 years later. ഞാൻ ചുമ്മാ ഒരു തള്ളടിച്ചാണ് കേട്ടോ. അപ്പോൾ ഈ കുന്തം കണക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കെല്ലാവർക്കും കുറച്ച് നേരം എന്തുവാ വൈകുന്നേരത്ത് ചുമ്മാ ഇരിക്കാം. ഈ പാട്ട് കേൾക്കുമ്പോൾ രസമുണ്ടല്ലോ. ഇച്ചിരി വോളിയം അഡ്ജസ്റ്റ് ചെയ്യട്ടെ, കുറച്ച് മതി. നമ്മുടെ ഈ വേൾഡ് ഇവിടെ ജനറേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമ്മുടെ വേൾഡ് ജനറേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ആദ്യമേ നൈറ്റായി കേട്ടോ. ഓൾറെഡി ഭയങ്കര സ്പീഡുണ്ട് കേട്ടോ. ചെറിയൊരു തകരാറൊക്കെ ഉണ്ട് ഗൈസ്. അപ്പം എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. അപ്പം നമുക്ക് നമ്മുടെ ഇൻ്റർനെറ്റ് ഓപ്പൺ ചെയ്യുന്നത് തൽക്കാലത്തേക്ക് ഒരു വുഡൻ ആക്സ് അങ്ങ് എടുത്ത് കയ്യിൽ പിടിക്കാം. ഓക്കെ, ഇങ്ങോട്ട് വരും ആക്സ് വഴിക്കും. ഓക്കെ, എനിക്ക് ഇടയ്ക്കത്തെ മ്യൂസിക് അങ്ങ് ഇഷ്ടപ്പെട്ടു. ഓക്കെ, നമുക്ക് ആക്സ് കിട്ടിയിട്ടുണ്ട്. ആപ്പിൾ ചമ്മ പിടിക്കാം. എന്നിട്ടെ കഴിയത്തില്ലേ, ഇതോടെ ആപ്പിൾ തിന്നത്തില്ലേ നീ? അപ്പോൾ ഞാൻ ഈ കളിക്കുന്ന ആൾക്ക് ആപ്പിൾ ഇഷ്ടമല്ലെന്ന് തോന്നുന്നു. ശരിയല്ല, നമുക്ക് കഴിപ്പിക്കാം. അപ്പോൾ ഗൈസ് നമുക്ക് ഈ കാണുന്ന ബ്ലോക്കുകളൊക്കെ അങ്ങ് പൊട്ടിക്കാം. അപ്പോൾ ഗൈസ് നിങ്ങൾ ഇടയ്ക്കുന്ന സൗണ്ടൊക്കെ കേൾക്കും, ദയവായി ആരും ഒന്ന് മൈൻഡ് ചെയ്യരുത്. നമുക്കപ്പോൾ ഇവിടെ സമാധാനമായിട്ടൊരു മൈൻക്രാഫ്റ്റ് ജീവിതം. ഇത് പൊട്ടിച്ചില്ലേ ഗൈസ്? ഒന്ന് വെയിറ്റ് ചെയ്യണേ. അപ്പോൾ ഗൈസ് ഒന്നും ഇല്ലായിരുന്നു. നമുക്ക് നമ്മുടെ പരിപാടി എന്ന് പറയാം. ഗൈസ് നമുക്ക് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മോർണിംഗ് ആകുന്നേരം വരെ ഇവിടെയൊക്കെ തിരിഞ്ഞ് കിടക്കാം. ഇവരായിട്ട് നമ്മൾ അടിക്കാൻ ആരും വന്നിട്ടില്ല കേട്ടോ. അത് മറ്റൊരു കാര്യം. ഒരു പശുമ്പ് ഇരിപ്പുണ്ട്. അത് ഒരു സ്കെലിറ്റൻ്റെ അമ്പൂടുന്ന സൗണ്ടല്ലേ നമ്മൾ കേട്ടെ? ഓ, ക്രീപ്പർ, ചലന്തി. ഇവിടെ എവിടെയോ കുറച്ച് ആൾക്കാർ. ഇവിടെ 8 കാലി മാമൻ ഇവിടെ എവിടെയോ ഉണ്ട് കേട്ടോ. അയ്യോ ഗൈസ്, ഓടിക്കോ. അയ്യോ ഗൈസ്, മൊത്തം ഗ്ലിച്ചടിച്ച്. ഓക്കെ നമ്മൾ ചത്തിട്ടുണ്ട്. കൺഗ്രാജുലേഷൻസ് രാമൻ. നമുക്ക് റീസ്പോൺ അടിക്കാം. ഓക്കെ, ഇനി ഒന്നും കൂടെ ശരിയാണ് ഗൈസ്. ഇനിയെങ്കിലും ഓക്കെ
പ്ലെയർ. ഓ, ഇപ്പോൾ രാത്രി തന്നെയാണ് ഗൈസ്. ഇപ്പോൾ ഒരു മാങ്ങയും ഇല്ല കയ്യിൽ. അപ്പോഴൊക്കെ ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ 2-3 സാധനങ്ങളെങ്കിലും കയ്യിലുണ്ടായിരുന്നു ഗൈസ്. അതായത് വുഡൻ ആക്സ്, പിക്കാക്സ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും വരുമോ ഗൈസ് നമുക്ക്? ഓ, അവിടെ സ്കെലിറ്റൻ്റെ മുകളിലുള്ള നമുക്കെന്തായാലും അമ്മമാരെ കണ്ണിപ്പെട്ടാലും പ്രശ്നമൊന്നും ഇല്ലല്ലോ, നമ്മുടെ ഒന്നും ഇല്ലല്ലോ. ഗൈസ് നമുക്ക് ഇതുവഴിയൊക്കെ ഡയറക്റ്റ് വെള്ളത്തിലോട്ടങ്ങ് ചാടി വേറെ ഏതെങ്കിലും സംസ്ഥാനത്തോട്ടങ്ങ് പോകാം. ഗൈസ് ഈ ഗെയിമിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ PC-യുടെ പ്രശ്നമാണോ അതോ ഈ ഗെയിമിൻ്റെ പ്രശ്നമാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും അടുത്ത ലൈനിലേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ്. മേ ബി ശ്വാസം മുട്ടിച്ചെത്താലോ ആണ്. ഓ, വെള്ളത്തിനകത്ത് ഡ്രോണുണ്ട്. വെച്ച് ഓ, എൻഡർമാൻ. അതിനെയും കൂടെ കണ്ടൊരു ഇതും കൂടെ ഉള്ളായിരുന്നു ഗൈസ്. നമുക്കെന്തായാലും ഫുഡൊക്കെ കളക്ട് ചെയ്യാം. എന്തായാലും ചുമ്മായിരിക്കുള്ളൂ. ഓക്കെ, കുറച്ച് ഫുഡൊക്കെ കളക്ട് ചെയ്ത് സൗണ്ട് കേട്ട് ആരും വരായിരുന്നു മതി. ഈശ്വര, നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഗ്രാഫിക്സ് ആ ഇലയൊക്കെ പൊടിഞ്ഞ് വരുന്ന പോലെ ഉള്ളത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഇലകളെല്ലാം ഇങ്ങനെ ചൊറിഞ്ഞെടുക്കാം. അമ്പിളിമാമൻ ഉച്ചയ്ക്കകത്തെത്തി, അതായത് സൂര്യ ഉദിക്കാറായെന്നല്ലേ. ഓക്കെ, കോഴിയുടെയൊക്കെ സൗണ്ട് കേൾക്കാം. അപ്പോൾ ഗൈസ് നമുക്ക് പോയിട്ട് ഇത് വെച്ച് കുറച്ച് സാധനങ്ങളൊക്കെ ക്രാഫ്റ്റ് ചെയ്തേക്കാം. പോയി വെച്ചിട്ടുണ്ടോ? ഓക്കെ, നമുക്കിനി ഓക്കെ, താങ്ക് യു. വെച്ചോ ശേഷം ഞാൻ ഈ ഓരോന്നായിട്ട് എന്തിനാ എടുത്തോന്നത് നിങ്ങൾക്ക് അറിയാലോ ഗൈസ്. പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയാണ്. ഈ സമയത്ത് ആരും വന്ന് അടിക്കേ ഇരുന്നാൽ മതി എൻ്റെ ഈശ്വര. ഇനി നെക്സ്റ്റ് കുറച്ച് കമ്പുകൾ ഉണ്ടാക്കണം. അപ്പോൾ നമുക്ക് കുറച്ച് കമ്പ് ഉണ്ടാക്കാം. ഇവിടെ ഓക്കെ 4 സ്റ്റിക്ക് കിട്ടിയിട്ടുണ്ട്. 4 8. നമുക്കിനി ബാക്കിയുള്ള 4 വെച്ച് ഒരു ക്രാഫ്റ്റിംഗ് ടേബിളും കൂടെ ഉണ്ടാക്കാം. നമുക്കപ്പോൾ ഈ ക്രാഫ്റ്റിംഗ് ടേബിളും കൂടെ എടുത്താൽ കൈ പിടിച്ചേക്കാം. ഇനി ബാക്ക് പോകും. അപ്പുറത്തെ ഐലൻഡ് മൊത്തം ഓരോ ആളുകളാട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ ക്രാഫ്റ്റ് ചെയ്യാം. ഒന്ന് വെയിറ്റ് ചെയ്യണേ. അപ്പോൾ ഗൈസ് ഐ ആം ബാക്ക് അഗൈൻ. അപ്പോൾ നമുക്ക് ബാക്ക് അടിക്കാം. ഇത് ഒരുമാതിരി മനുഷ്യനെ പേടിപ്പിക്കുന്ന ടൂണെല്ലാം കൂടെ ഇട്ട് കൊല്ലുമോ ഗൈസ്? അവിടെ ചേന്തി ഇരിപ്പുണ്ട്. പോയോ? മേ ബി ഇനി വെള്ളത്തിൽ ഡ്രോൺ വല്ലതും പൊങ്ങിയെന്ന് അടിക്കുമോ അവനെ? എൻ്റെ പൊന്ന് സൂര്യ, ഒന്ന് ഉദിക്കൂ. സൂര്യ ഉദയം. അവിടെ ഓരോരുത്തരും എന്നെ ടാർഗറ്റ് ചെയ്തു. ശുഭം. വളഞ്ഞു ഗൈസ്, എന്നെ വളഞ്ഞു. സമുദ്രത്തിലേക്ക് ചാടിക്കോ. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഗൈസ് നമുക്ക് പൊങ്ങാം. അയ്യോ, ശ്വാസം മുട്ടിയപ്പോൾ ചത്തു വിത്തിയിരുന്നില്ല ഗൈസ്. സൂര്യോദയം കാണുന്നില്ലല്ലോ. അപ്പോൾ നമുക്ക് ചാടി വെള്ളത്തിലോട്ട് അറിയാം. ആകെ സൂര്യ ഉദിക്കുന്നുണ്ട്. മരക കത്തിച്ചാന്ന് എനിക്ക് കാണണം.
എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തത് അത് ദാണ്ടിരിക്കുന്നവൻ സ്കെലിട്ടൺ അല്ല അവനെ എന്തോ ചെയ്യാനാ ഗൈസ്, നമ്മള് കുണുവാവകളല്ലേ. കുണുവാവ സൂര്യ ഒന്ന് എണ്ണീറ്റ് വരുവോ? ഞാൻ സ്ലോ മോഷനിൽ ചോയ് ഇറക്കി നമുക്ക് കുറച്ച് ഉണ്ടങ്ങ് വെട്ടാം. രാവിലെ ആവുന്നുണ്ട് ഇപ്പം. ഓ വടിയായി ഓടിക്കോ. കണ്ടം വിട്ടോ ചാറ പൊട്ട ചാറ. ഓ ഗൈസ് ഓടിക്കോ. ഇനി ഒരു ചേരമ്പി ഓടിച്ചാൽ പോലും നമ്മൾ ചത്തു പോവും ഗൈസ്. വെള്ളത്തിലോട്ട് ഇറങ്ങി ഓടിക്കോ. നമ്മൾ സമുദ്രപ്പാച്ചിലാണ് ഗൈസ്. സമുദ്രത്തിലൂടെ നമ്മൾ നീന്തുന്നു. ഒരുത്തനും എന്നെ പിടിക്കില്ല. പിടിച്ചാൽ ഞാൻ എന്നെ തട്ടും. എന്നെ തൊടരുത്. തൊട്ടാ പൊള്ളും. തൊടരുതെന്ന് പറഞ്ഞാൽ തൊടരുത്. ചേർന്നിറക്കാനോട്ട് ഗൈസ് ഒന്ന് പുറമേ അവൻ ഇനി ഇടിക്കുക. ആരും ഇല്ലല്ലോ അല്ലേ. ഓ ഗൈസ് നമുക്ക് എന്തായാലും കുറച്ച് ഫുഡ് അങ്ങ് ഒപ്പിച്ചേക്കാം. ആദ്യം ഈ കോഴി അങ്ങ് തല്ലിക്കൊല്ലിട്ട് ഞാനതിന് കുറച്ച് എന്തായാലും ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കി വെച്ചേക്കുന്നുണ്ടല്ലോ. നമുക്കൊരു കുറച്ച് ടൂൾസൊക്കെ അങ്ങ് ആവാം. ഈ ഒരു കോഴി അടിച്ചാൽ പോലും കഴിച്ച് ഞാൻ ചത്തു. അത്രയ്ക്ക് ഇതായിപ്പോയി. ക്രീപ്പർ ഒന്ന് മൂട്ടിയിരുന്ന് പൊട്ടായിരുന്നാൽ മതിയല്ലോ. മതിയേ. ഓ സോറി. നമുക്ക് പണി തുടങ്ങാം. ആദ്യമേ സ്റ്റിക്ക് ഡേ 2 ആയിട്ടാണ് നമ്മുടെ ഒരെണ്ണം എടുത്ത് ഇപ്പുറത്ത് വെക്കൂ. ശേഷം ഒരാക്സ് നമുക്ക് കൈ തന്നെ വെച്ചേക്കാം കേട്ടോ. ശേഷം ഇത് വല്ലാത്ത ഗതിയാണ് കേട്ടോ ഗൈസ്. ഒരു പിക്കാക്സും കൂടെ ഉണ്ടാക്കാം. കുറച്ച് കല്ല് വാരണം. ഓക്കെ, പിന്നെ ഇതങ്ങ് പൊട്ടിച്ചെടുക്കാം. ഇനി കുറച്ച് കോഴിയെ തല്ലിക്കൊല്ലണം. ഒരു മുട്ട ഭാഗ്യം പരീക്ഷിക്കണം. ഓക്കെ, ഒരു മുട്ട കിട്ടിയിട്ടുണ്ട്. നമുക്കിപ്പോൾ ഭാഗ്യം പരീക്ഷിക്കാം. ഈശ്വരാ കാത്തോളണേ. അറിയണേ അറിഞ്ഞിട്ടുണ്ട്. അയ്യോ ഇല്ലയോ, വിരിഞ്ഞോ? വിരിഞ്ഞ്. സൂപ്പർ. നമുക്ക് വിട്ട് കേസ് കുറച്ച് കോഴിയൊക്കെ തല്ലിക്കൊല്ലാം. നമ്മുടെ ഇപ്പം ഒന്നും ഒരു മാങ്ങാണ്ടി പോലും ഇല്ല കേസ്. മാങ്ങാണ്ടി പറയുന്ന എന്തിനാ? പിടിച്ച മാങ്ങാണ്ടി അല്ലേ. സേവിങ് ഗോൾഡ്, താങ്ക് യു. ഒരാട്ടുമാമയൊക്കെ തിന്നിട്ട് എത്ര കൊല്ലങ്ങളായെന്നറിയാമോ? ഇവിടെ കുറേ കോഴിക്കുട്ടന്മാരുണ്ട്. ഇതിനെയൊക്കെ അങ്ങനെ അടിച്ചു കൊല്ലാൻ. കള്ളവാഴയെ. ഓക്കെ, നമ്മുടെ ആദ്യത്തെ കള്ള കോഴിയെ കൊന്നിട്ടുണ്ട്. രണ്ടാമത്തെ കള്ളക്കോഴി നമുക്ക് അടിക്കാം. നമുക്ക് കള്ളക്കോഴി ചുച്ചിടുവാവേ. തുത്തിടുവാ പോയോ? തുത്തുടുവാവേ. ഹെഡ് ഷോട്ട്. ഓക്കെ, നമ്മളൊന്ന് കോഴി രണ്ടെണ്ണം എടുത്തിട്ട് അടിച്ചിട്ടുണ്ട്. അത് രണ്ടും അങ്ങ് സാപ്പിടാം, അല്ലെങ്കിൽ നമ്മൾ ഉറപ്പായും ചത്തുപോകും ഗൈസ്. ഒരു മുട്ടയും കൂടെ കിട്ടിയിട്ടുണ്ട്. ഭാഗ്യം പരീക്ഷിച്ചാലോ. അപ്പം തൊട്ട് അത്ര ഒന്നും പോണടാ. ഈ മൗസ് വെച്ച് ഗൈസ് പണിയാന്ന് വെച്ചിട്ട്. റോ ചിക്കൻ ആണെങ്കിൽ റോ ചിക്കൻ കഴിയടാ. കഴി എന്തായാലും വയറ് നിറഞ്ഞാൽ മതി. ഓക്കെ,
ഇനി കുറച്ച് ഇതൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഹാർട്ട് ഈ മ്യൂസിക് ഓക്കെ മ്യൂസിക് ഇട്ട് കുറച്ചിട്ടുണ്ട്. മ്യൂസിക് ഒന്ന് മനസ്സിൽ തല വരിപ്പിക്കുകയായിരുന്നു. ഓക്കെ ബാക്ക് നമുക്ക് എന്തായാലും കുറച്ച് കോഴിയും മുട്ടയും കുറച്ച് കല്ല് വാരണം. സ്റ്റോൺ ടൂൾസ് ആവണം. കോയി ഓ പന്നി ഒന്ന് വെയിറ്റ് ചെയ്യണേ കൈ. അപ്പോൾ ഗൈസ് നമുക്കിപ്പം സോറി കുട്ട ഇത് കൊള്ളുന്നില്ലേ. അപ്പോൾ ഗൈസ് നമ്മൾ പിഗ്ഗൂനെ ഇവിടെ അടിച്ചിട്ടുണ്ട്. ഇത് മൊത്തം ഗ്ലിച്ചടിച്ചങ്ങിരിക്കുകയാണ് ഗൈസ്. ഒരുമാതിരി ഗ്ലിച്ചടിച്ച് റിയൽ മൈൻക്രാഫ്റ്റ് ആണോ ഭഗവാനെ? ആശ കൈ തറക്കിയത് വെറുതെ ആവുമെന്ന്. അപ്പോൾ ഗൈസ് നമ്മൾ കണ്ട പന്നി അവിടെ ഇരിപ്പുണ്ട്. നമുക്ക് പന്നി അടിച്ചില്ല. ഓക്കെ ചാടുന്നില്ലല്ലോ ഭഗവതി. നമുക്കത് കൊണ്ട് ചാടാം. ചാടറൊക്കെ ഓക്കെ നമ്മൾ ചാടിയിട്ടുണ്ട്. ഇനി പേടിക്കണ്ട. ഫ്രണ്ടിലോട്ട് പോകുന്നു ചാടുന്നു. ഓക്കെ നമ്മൾ ചാടി മോളി എത്തിയിട്ടുണ്ട്. ഇനി മേലോട്ട് പോകുന്നു ചാടുന്നു. ഓ കിട്ടി. ഓക്കെ ഇങ്ങനെ ഇരുന്നാൽ പോരാ. കുറച്ച് കല്ല് വരിയിട്ട് നമുക്ക് സ്റ്റോൺ വരാം. കല്ല് കിട്ടണ്ടെങ്കിൽ നമുക്ക് എന്തായാലും കുറച്ച് ശ്രദ്ധാപൂർവം വേണം കേസ് എല്ലാം ചെയ്യാൻ. അത് പശുവുമ്പ അല്ലല്ലോ, അത് കോഴിയല്ലേ. നമ്മളെ കൊഴുമ്പയാണ് കേട്ടോ അത്. ഡ്രോണിന് പക്ഷേ തീയൊന്നും വലിയ ഇതൊന്നും തോന്നുന്നു, അതായത് സൂര്യപ്രകാശം. നമുക്ക് എന്തായാലും നമ്മുടെ പരിപാടി അങ്ങ് തുടങ്ങാം. എന്താണ് മൊണ്ണേ സുഖമാണോട്ടാ? ചാടി പോകട്ടെ. ഓക്കെ നമ്മൾ മരമുട്ടി നമ്മളൊരു മരം നശിപ്പിച്ചിട്ടുണ്ട്. ഗുഡ് ജോബ് അല്ല റിയൽ ലൈഫിലത് ബാഡ് ജോബാണ്. മരങ്ങൾ നട്ടുപിടിപ്പിക്കണം, അതാണ് ഗുഡ് ജോബ്. ഈ മൈൻക്രാഫ്റ്റ് ഞാൻ കാണിക്കുന്നവരെ ആരും ചെയ്യരുത് കേട്ടോ. 5-10 വ്യൂസ് കിട്ടിയാലല്ലേ അത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഗൈസ് എല്ലാവരും ലൈക്കും ഇതൊക്കെ അടിച്ച് പവറാക്കുക കേട്ടോ. എനിക്ക് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് കാണിക്കുന്ന മറ്റേ വിദ്യ എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് നമ്മളും സാധാരണക്കാരാണ്, ചെറിയ തട്ടിക്കൂട്ട് പരിപാടികളൊക്കെയാണ് കേട്ടോ. നമ്മൾ വലിയ യൂട്യൂബേഴ്സൊന്നും അല്ലേ. കൈ കിട്ടുന്നവരാണോ എന്നൊക്കെ തട്ടി ആ രോഗം കാണിച്ചു കിടക്കുന്ന കുറേ ചക്കന്മാർ. അപ്പോൾ കേസം കല്ല് തപ്പാം, മണ്ണ് തപ്പണം. ഓ മോനെ മരമല്ല മൊത്തായ ഈ ഡേർട്ട് അടിച്ചോളി. ഓ ഇനി പിക്കാക്സ് അല്ലേ, പിക്കാക്സ്. നമുക്ക് നമ്മളെ പിക്കാക്സിനെ ഏൽപ്പിക്കാം അതൊക്കെ. പിക്കാക്സ് ഓക്കെ നമുക്ക് നമ്മുടെ പണി തുടങ്ങാം. ലാ എൻ്റെ മൗനരാജമെന്നു നീ അറിഞ്ഞുവോ, ഉണങ്ങിയോ ആതിരാക്കിളി. ആഹാ സൂപ്പർ. എല്ലാം അടിച്ചങ്ങ് പൊളിക്കുകയാണ് ഗൈസ് നമ്മൾ. ചണ്ടം ഇവിടുന്ന് സ്റ്റോൺ പോയിട്ട് സ്റ്റോണിൻ്റെ ഒന്നും കിട്ടാനില്ല ഗൈസ്. നമ്മളങ്ങനെ ഡേ 2 വരെ സർവൈവ് ചെയ്തിട്ടില്ല. ഓക്കെ കുറച്ച് അവിടെ സാൻഡ് ഐലൻഡ് ഉണ്ട് ഗൈസ്. നമുക്ക് അതുവഴി അങ്ങ് പോയേക്കാം. അപ്പം മറ്റേ സാൻഡിൻ്റെ ടെമ്പിൾ കിട്ടും, അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ചോർത്താം. ഒരു വില്ലേജ് വേണം എനിക്ക്. അല്ലേ അത് തന്നെ വില്ലേജ് അല്ലേ വേണ്ടേ. ഇപ്പോൾ ഗൈസ് നമുക്ക് എന്തായാലും ഇറങ്ങിയോളാം. മുങ്ങിക്കോയി. ഓക്കെ വേണ്ടി കേട്ടോ. കുറച്ച് മുങ്ങി അടിച്ചാല്. ഗൈസ് ഇവിടെ നല്ല ആഴമുണ്ടല്ലോ. നമുക്ക് നല്ലോട്ടൊക്കെ ഒന്ന് പോവാവേ. ശരിക്കുള്ള ഈ മൈൻക്രാഫ്റ്റ് യൂട്യൂബേഴ്സിനെയൊക്കെ സമ്മതിക്കണം കേട്ടല്ലോ. എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് യൂട്യൂബേഴ്സ് ഉണ്ട്. അവരാരാന്ന് വെച്ച് കഴിഞ്ഞാൽ പറയണോ, സീക്രട്ടാണ്. അവരെല്ലാം എൻ്റെ ഫേവറേറ്റ് യൂട്യൂബേഴ്സാണ്. അതും മൈൻക്രാഫ്റ്റിൽ പ്രഗതി നേടിയ യൂട്യൂബേഴ്സ്. എന്നാൽ പറയുന്നതിന് വിരോധം ഇല്ലെങ്കിൽ ഒരാളുടെ പേര് മാത്രം പറയാം. വേണ്ട, എനിക്ക് നാണം വരുന്നു. ഓക്കെ ഗൈസ് നമ്മളങ്ങനെ ഒരു ഐലൻഡിൽ വന്ന് ചാടി കയറിയിട്ടുണ്ട്. ഓക്കെ ഈശ്വര അങ്ങനെ ഒരു വില്ലേജ് കണ്ടുപിടിക്കണേ.
ചാടണമല്ലോ. ചാടടാ 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 ചാടടാ, ചാടി ചാടി ഓടടാ, ചാടി ചാടി ഓടടാ. എന്തുപറ്റി? ഗ്ലിച്ചടിച്ചോ ബ്രോ? ചാടുന്നില്ലല്ലോ, എന്തുപറ്റി? ഓക്കെ, ചാടിക്കോ, ഒന്നും കൂടെ ചാടിക്കോ. ഓക്കെ, ചാടി ചാടി ഏതോ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു താറാവിനെ കാണാം. അടിച്ചു വന്നാലോ? വേണ്ട, പാവം പിടിച്ച താറാവ് പോട്ടെ. അപ്പോൾ ഗൈസ്, നമ്മുടെ വീഡിയോ എന്തായാലും ഈ ഇടയ്ക്ക് എപ്പോഴെങ്കിലും നമുക്ക് എൻഡ് ചെയ്യേണ്ട വരുവേ, അത് ഉറപ്പാണ്. ഒരു മാങ്ങയും കയ്യിലില്ല, കുറേ മരമോ കാരാണ്ടൊക്കെ വെട്ടിയിടുന്നുണ്ട്. സുഹൃത്തുക്കളെ, നമുക്ക് ഈ മരത്തിനെ എടുക്കണ്ട. മരം അടിച്ചാൽ കൂടുതൽ മരം അടിച്ച് പഠിച്ചുകൊണ്ട് ഗ്ലിച്ചാണ് കേട്ടോ. എന്തോ ഒരു റെസിപ്പി നമുക്ക് അൺലോക്ക് ആയിട്ടെന്ന് പറയുന്നത്. നമ്മുടെ താറാവിൻ്റെ മുട്ട പുഴുങ്ങി തിന്നാം. ഓക്കെ, ഗ്ലിച്ചടിച്ചു. നമ്മുടെ ഗെയിം ഗ്ലിച്ചടിച്ചു. ഓക്കെ, നമുക്ക് അതിന് വേണ്ടി താറാമുട്ട അടിക്കാം. താറാമുട്ട, താറാവിൻ്റെ മുട്ടേ, സുന്ദരം മുട്ടേ, കോഴിമുട്ടയുടെ പപ്പ. കോഴിമുട്ടയുടെ മാമൻ്റെ അനിയൻ്റെ അത്ര വലിയ കുടുംബത്തിലുള്ളവന്മാരാണ് നമ്മുടെ താറാമുട്ട. താറാങ്കോഴി, താറാങ്കോഴി, താറാങ്കോഴി. ഓ ഗൈസ്, കല്ല് 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 കല്ല്. അങ്ങനെ ഗൈസ്, നമ്മളങ്ങനെ ഒടുവില് സമയം കുറേ ആയിട്ടുണ്ട്. നമുക്ക് തൽക്കാലത്തേക്ക് ഒരു ഡേർട്ടിൻ്റെ ബ്ലോക്കും ശരിയാണ്. നമ്മൾ അവിടെ തന്നെയാണ് കേട്ടോ. അപ്പം നമുക്കിനി കുറച്ചും കൂടെ നേരം വെയിറ്റ് ചെയ്യാം. സുഹൃത്തുക്കളെ, ഇരുന്നിരുന്നിരുന്ന് എൻ്റെ ഹാർട്ട് മൊത്തം ഫുള്ളായിട്ടുണ്ട് കേട്ടോ. എന്നിട്ടും ഒരു തേങ്ങയും നടക്കുന്നില്ല പുറത്ത്. ഞാൻ കൂടെ ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ മേബി ഇവിടെ അവസാനിപ്പിക്കേണ്ട കഴിയുന്നു. ഹാർട്ട് ഫുള്ളായ സ്ഥിതിക്ക് മേലോട്ടൊക്കെ പോകുന്നതിന് പ്രശ്നമില്ലല്ലോ. രാവിലെ ആവാത്ത എന്തുവാ? ഒരു സ്കെൽറ്റൻ്റെ ഒക്കെ സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇതൊന്ന് അടച്ചേക്കാം. പിന്നെയും കാത്തിരിപ്പ്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ ഇന്നത്തെ മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ബിക്കോസ് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിവിടെ ഒന്നും ചെയ്യാനില്ല. നമ്മളിവിടെ ബോറടിച്ച് ഉറപ്പായി എന്തെങ്കിലുമൊക്കെ പഠിച്ചു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്നത്തെ മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് എൻഡ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ വരുന്ന വരെ എല്ലാവർക്കും ബൈ ബൈ. അതിന് മുമ്പിട്ട് ആക്സ് എടുത്ത് കയ്യിൽ പിടിച്ചേക്കാം. നമുക്ക് ആക്സ് എടുത്ത് കയ്യിൽ പിടിച്ചേക്കാം. നമുക്ക് നമ്മുടെ വീഡിയോയെ കാണിക്കാവുള്ളത്തോട്ട് അപ്പോൾ നമ്മളിനി ലവണ സിന്ധു നമ്മുടെ വീഡിയോ എൻഡ് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി എല്ലാവരും സബ് അടിച്ച് വെച്ചിരിക്കുക. നമ്മളവിടെ ജീവനോടെ എത്തുമോ ഇല്ലയോ? ഇതാ ഗൈസ്, നീണ്ട പോരാട്ടമാണ്. നമ്മളിവിടെ എത്തുമോ ഇല്ലയോ? ഇതാ ഗൈസ്, നമ്മൾ എത്താൻ പോകുന്നു. കരയോട് ഒഴിപ്പിക്കാൻ പോകുന്നു. ഇതാ ഗൈസ്, നമ്മൾ എത്തിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, നമുക്ക് മേലോട്ട് കയറാം. നേരം വിളിച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്. പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ബോണ്ടിങ് തന്നെയാണ് കേട്ടോ ഇത്. ഇതിന് തൊട്ടാൽ ഹെൽത്ത് പോകുമെന്നുള്ള കാര്യം എനിക്കറിയാം. കണ്ട അങ്ങനെ ഗൈസ്, നമ്മൾ ഫസ്റ്റ് വില്ലേജ് നമ്മളവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഈ ഒരു വില്ലേജിനകത്ത് കയറിയിട്ട് ഒരു വീട് അങ്ങ് എടുക്കാം. നമുക്ക് എൻ്റെ കട മുമ്പിട്ട് ഒരു ടോർച്ച്,
വില്ലേജ് മാമ, പൂച്ചണ്ടി മാഷേ, പൂച്ചണ്ടി മാഷേ, പൂച്ചണ്ടി മാഷേ, പൂച്ചണ്ടി മാഷേ. ഇവിടെ അയൺ ഗോളം ഉണ്ടോ? ഓക്കെ, ഏകദേശം ഒരു വലിയത് തന്നെയാണ് നമ്മുടെ വില്ലേജ്. ഇവിടുത്തെ അയൺ ഗോളത്തിന് എനിക്ക് കാണണം. അങ്ങനെ ഗൈസ്, നമ്മൾ അയൺ ഗോളത്തിനടുത്ത് എത്തിയിട്ടുണ്ട്. നമ്മുടെ സ്വന്തം അയൺ ഗോളം, നമ്മുടെ റസീദിക്ക. ഇതെല്ലാം ഇവിടുന്ന് പഠിച്ചതല്ലേ. വെരി 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 സീക്രട്ട്. റസീദിക്ക, റസീദിക്ക. നമുക്ക് നമ്മുടെ റസീദിക്കയെ കണ്ടുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോ ഇവിടെ ചെൻഡ് ചെയ്യുകയാണ്. അപ്പം ഇനിയും ഇതിനെക്കുറിച്ച് ബാക്കിയുള്ള വീഡിയോസ് വേണമെങ്കിൽ ഉറപ്പായി എൻ്റെ ചാനൽ എല്ലാവരും സബ് ചെയ്ത് വെച്ചേക്കുക. അതുകൊണ്ട് ഇവിടെ ഒരു വില്ലേജ് തന്നെ പിടിച്ച് കൂട്ടിയിട്ടിട്ടുണ്ട്. റസീദിക്ക, റസീദിക്ക. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ എഴുതുന്നത് ബൈ ബൈ. ഇറ്റ്സ് മീ ശ്രാവൺ. അല്ല, സബ്സ്ക്രൈബർ ആണോ ഇക്ക?